നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ വേളയിൽ നിർണായകമായ ഒരു ഇടപെടലുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. വെറുമൊരു സൗഹൃദ സംഭാഷണമല്ല ഇത്, മറിച്ച് മേഖലയിലെ സമാധാനത്തിനും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്താണ് ഈ സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം? ഇന്ത്യ എന്തിനാണ് ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ ഇത്രയധികം ജാഗ്രത കാണിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ കുറിപ്പിലൂടെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നത് എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ ആഘാതം വരും തലമുറകൾ കൂടി അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഉയർത്തിക്കാട്ടുന്നത്. ഇറാൻ ഈ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായതുകൊണ്ട് തന്നെ അവരുമായുള്ള ചർച്ചയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇത്രയധികം ഇടപെടുന്നത്? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത്. സംഘർഷം പടർന്നാൽ അവരുടെ ജീവനും ജീവിതത്തിനും അത് വലിയ ഭീഷണിയാകും. ഇത് ഇന്ത്യയുടെ ഒന്നാമത്തെ മുൻഗണനയാണ്. രണ്ടാമത്തേത്, ഊർജ സുരക്ഷയും ചരക്ക് നീക്കവും. ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ധനത്തിൻ്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ മേഖലയിലൂടെയാണ്. അതായത് യുദ്ധം കാരണം കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില മുതൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരും. നമ്മുടെ സാമ്പത്തിക ഭദ്രത തകരാതിരിക്കാൻ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടായേ തീരൂ. ഇന്ത്യ എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണ്. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാവൂ എന്നാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. ഒരു വശത്ത് ഇസ്രയേലുമായും മറുവശത്ത് ഇറാനുമായും ഒരേപോലെ ബന്ധം നിലനിർത്താൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു സമാധാന ദൂതന്റെ റോൾ ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. റഷ്യ യുക്രൈൻ യുദ്ധകാലത്തും നമ്മൾ കണ്ടത് ഇതേ നിലപാടാണ്. ഇതൊരു യുദ്ധത്തിൻ്റെ യുഗമല്ല എന്ന് മോദിയുടെ വാക്കുകൾ ഇറാനുമായുള്ള ഈ ചർച്ചയിലും നിഴലിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനം ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല, ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകളുടെ ഫലം എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിരോധ വാർത്തകളെക്കുറിച്ചും ആഗോള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.